ജയിച്ചിട്ട് കാണാം. അപ്പൊ ഇച്ചൂസ് പറഞ്ഞ പോലെ ഞങ്ങളുടെ നാട്ടിൽ പൊങ്കൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. 3 ദിവസമാണ് ഈ പൊങ്കൽ ഉണ്ടാവുക. ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന്. ഞങ്ങൾ എല്ലാവരും കൂടി സദ്യ കഴിക്കാൻ പോവാണ്. അതിനു മുമ്പ് കുറച്ച് പൂജ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ. ഞങ്ങൾ പോയായിരുന്നില്ല, അമ്മയൊക്കെ പോയായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഫുഡ് കഴിക്കുന്നവരുടെ. ഇത് ഇച്ചൂസിൻ്റെ ഐറ്റം തന്നെ സെലക്ട് ചെയ്തു കേട്ടോ. അവൾക്ക് അവിടെ പോയതും ടോയ്സ് വേണം. ഈ എല്ലാ ടോയ്സും അവളുടെ വീട്ടിലുണ്ട്, പക്ഷെ എന്നാലും അവൾക്കത് വേണം. ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലം. ഇച്ചൂസിന് പിന്നെ എന്താ അമ്പലം, അവൾക്ക് ടോയ്സ് മതി. ടോയ്സ് ആണ് അവളുടെ മെയിൻ. അപ്പോഴത്തേക്കും അവളുടെ ഫ്രണ്ടും എത്തി. രണ്ടാളും വിട്ടതല്ല, രണ്ടാളും ടോയ്സിന് വേണ്ടി അവിടെ അടികൂടിയായിരുന്നു. ഒന്ന് വാങ്ങിച്ചു കൊടുത്തപ്പോൾ അതല്ല വേറെ. രണ്ടുപേരും കുറെ നേരം അവിടെ നിന്ന് അടികൂടി കേട്ടോ. ലാസ്റ്റ് ഇച്ചൂസ് ഒന്ന് സെലക്ട് ചെയ്തു, അതും ഒന്ന് സെലക്ട് ചെയ്തു. അപ്പോഴാണ് അവർക്ക് സമാധാനമായത്. ഇച്ചൂസ് എടുത്തത് ഈ ഒരു ഡോളാണ് കേട്ടോ. ആളെന്തായാലും ഹാപ്പിയായി. ഡോൾ എത്ര വീട്ടിലുണ്ടെങ്കിലും പിന്നെയും ഡോൾ കിട്ടുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അവൾ അത് കാണിച്ചു തരായിരുന്നു. പിന്നെ അത് അവൾക്ക് ഓപ്പൺ ചെയ്യാതെ സമാധാനമില്ല. വീട്ടിൽ പോയി ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞൊന്നും ആള് കേൾക്കുന്നില്ലായിരുന്നു. അപ്പം തന്നെ അത് ഓപ്പൺ ചെയ്തു. പിന്നെ ഞങ്ങൾ അതെല്ലാം കൂടി സദ്യ കഴിക്കാൻ പോയി. അപ്പോൾ ഇച്ചൂസിനും തനിയെ ഒരു ഇല വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇച്ചൂസിനും ഇട്ട് കൊടുത്തു. അതുകൂടാതെ ആ ഡോളിനും വാരി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ ഡോളിനെ അവിടെ ഇരുത്തിണ്ടായിരുന്നു കേട്ടോ. എന്തായാലും സദ്യ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാം നല്ലപോലെ കഴിച്ചു. ഇച്ചൂസും കഴിച്ചു. അതിൻ്റെ കൂടെ ഇച്ചൂസിൻ്റെ ഡോളിനും വാരി കൊടുക്കണ്ടായിരുന്നു കേട്ടോ അവള്. പിന്നെ സദ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പായസം മീനാണല്ലോ. അങ്ങനെ പായസം കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. കാരണം കുറച്ച് പരിപാടികളുണ്ട്. പരിപാടികൾ എന്ന് പറഞ്ഞത് ഇതുപോലെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. ഇത് പച്ചമാവാണ് ഉണ്ടാക്കുന്നത്. ഇത് എല്ലാവർക്കും ഒന്നും പെട്ടെന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ. പാലക്കാടിലെ ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ആ മാവൊക്കെ സെറ്റായിട്ട് വരുമ്പോൾ ഇതുപോലെ അതിനെ അടിച്ച് ഈ ഷേപ്പിലാക്കി വെക്കും കേട്ടോ. ഇത് ഇന്നത്തേക്കല്ല, ഇത് നാളത്തേക്കുള്ള സംഭവമാണ്. പക്ഷെ ഇത് ഇന്ന് തന്നെ റെഡിയാക്കി വെക്കണം. അത് കഴിഞ്ഞ് പച്ചമാവൊക്കെ ഞങ്ങൾ റെഡിയാക്കിയ ശേഷം പിന്നെ ഞങ്ങളുടെ ഡാൻസ് പരിപാടി ഉണ്ട് കേട്ടോ. ഈവനിങ് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. സോ ഡാൻസിന് വേണ്ടി ഞങ്ങൾ സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ 2 ഡാൻസ് ഉണ്ടായിരുന്നു. തിരുവാതിര ഉണ്ടായിരുന്നു, കോൽക്കളി ഉണ്ടായിരുന്നു. ഫസ്റ്റ് ആയിരുന്നു ഡാൻസ്. ഞങ്ങൾ കുറച്ച് ലേറ്റായി, എന്നാലും കാര്യമില്ല, കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയിട്ടോ ഞങ്ങൾ. അപ്പോഴത്തേക്കും ഇച്ചൂസിനെ കളിക്കണമെന്നായി. പിന്നെ ഇച്ചൂസ് അവിടെ വേറെ കോൽക്കളി കളിക്കുമ്പോൾ അവൾ ഞങ്ങളുടെ കോല് വെച്ചിട്ട് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാനുണ്ടോ ഇത് എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട്. ആളെന്തായാലും ഹാപ്പിയാണ്. പക്ഷെ ആൾ സ്റ്റേജിൽ കയറ്റത്തിന് കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങൾ നെക്സ്റ്റ് ടൈം മാറ്റിക്കൊള്ളാന്ന് പറഞ്ഞപ്പം ആളൊക്കെ ആയിട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കോൽക്കളി. തിരുവാതിരൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പാട്ട് വന്നു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സോങ് മ്യൂട്ട് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും പോയി കിടന്നുറങ്ങി. പിന്നെ ഇവർ കുമ്പം നിറയ്ക്കാൻ വേണ്ടി പോകും കുറച്ച് ആൾക്കാർ. പിന്നെ കുമ്പം നിറച്ച് വരുമ്പോൾ വലിയ ടൈമാണ് കേട്ടോ. ഏകദേശം 1:30 ആകുമ്പോഴാണ് നമ്മൾ ഈ സൗണ്ട് കേട്ടിട്ട് എണീറ്റ് വരുന്നത്. ഇത് ആ തലയിൽ വെച്ചിട്ട് വരുന്നില്ലേ, അതാണ് നമ്മൾ കുമ്പം എന്ന് പറയാറ്. ഇത് പാലക്കാടുകാർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും കേട്ടോ. പക്ഷേ വേറെ എല്ലാ ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല.
അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും പ്രസാദം കൊടുക്കാൻ കേട്ടോ അച്ഛൻ. അപ്പൊ ആ പ്രസാദം വാങ്ങാൻ വേണ്ടി ഞങ്ങളും വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്കും പ്രസാദമൊക്കെ കിട്ടിട്ടോ. അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഇരുന്ന് കഴിച്ചു കേട്ടോ. കുറച്ച് നേരം അവിടെ നിന്നെങ്കിൽ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നോക്കി. പക്ഷെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു സംഭവം ഉണ്ട്. കാരണം ഞങ്ങളുടെ റൂഡി ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. റൂഡി, നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ, ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം, ഞാൻ കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് വരുന്നില്ലോ എന്നില്ല ഭാവത്തിലായിരുന്നു റൂഡി. റുട്ടി കുറേ നേരം ട്രൈ ചെയ്തു കേട്ടോ അതിനെ അവിടെ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അത് തിരിച്ചു പോവല്ലാതെ ഇങ്ങോട്ട് വരുന്നില്ല. വടിയൊക്കെ എടുത്താലും അതിനൊരു പേടിയില്ലായിരുന്നു. വടി കണ്ടു കഴിഞ്ഞാൽ അത് തലയും കുഞ്ചിരിക്കുകയല്ലാതെ വേറെ അവിടെ നനങ്ങയില്ല. ലാസ്റ്റ് അച്ഛനെ വിളിച്ചു. അച്ഛൻ തന്നെ റൂഡിയെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ വന്നപ്പോഴാണ് അത് കുറച്ചൊന്നും നനങ്ങിയത്. ആദ്യമൊന്നും തീരെ വന്നില്ല കേട്ടോ. അച്ഛൻ പോയിക്കോ, ഞാൻ അവിടെ നിന്നോളാന്നില്ല ഭാവമായിരുന്നു റൂഡി. പിന്നെ അച്ഛൻ എങ്ങനെയൊക്കെയോ പിടിച്ച് വലിച്ച് അതിനെ വീട്ടിൽ കൊണ്ടുവന്നിട്ടോ. എന്നിട്ട് ഞങ്ങളും കിടന്നുറങ്ങി. പിന്നെ അപ്പൊ ഒരു 3-3:30 അവൾക്ക് കൊണ്ടുപോകണ്ടോ. അതിന്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.